അടുത്തതായിട്ട് നമുക്ക് ഡിസ്റ്റൻസസ് അല്ലെങ്കിൽ അകലങ്ങൾ എന്ന ഭാഗം നോക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം 0-ൽ നിന്നും ഏതെങ്കിലും ഒരു സംഖ്യയിലേക്കുള്ള ഡിസ്റ്റൻസ് അകലം നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലേ? എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? ഇപ്പൊ ഒരു ഉദാഹരണത്തിന് 0-ൽ നിന്ന് 3-ലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. പോസിറ്റീവ് 3 ആണേ. അപ്പൊ നമുക്ക് നോക്കാം. 1, 2, 3 എത്രയാണ് ഡിസ്റ്റൻസ്? 3 ആണല്ലേ. അതുപോലെ തന്നെ 0-ൽ നിന്നും -3-ലോട്ടുള്ള ഡിസ്റ്റൻസോ അവിടെയും 1, 2, 3 തന്നെയാണല്ലേ. അപ്പൊ ഇവിടെ എന്താണ്? -3 ആണ്. അപ്പൊ നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ദിവസം എടുത്തത്? മൈനസ് വരുമ്പം അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് എടുക്കുന്നത് അല്ലേ? കേവല മൂല്യമാണ് എടുക്കുന്നത്. അപ്പം 0-ൽ നിന്നും ഏതൊരു സംഖ്യയിലോട്ട്, അത് പോസിറ്റീവ് ആയിക്കോട്ടെ. ഇപ്പം പോസിറ്റീവ് 3ന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ത് തന്നെയാണ്? പോസിറ്റീവ് 3 തന്നെയാണ് അല്ലേ. നെഗറ്റീവ് 3ന്റെ അബ്സല്യൂട്ട് വാല്യൂ പോസിറ്റീവ് 3 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? 0-ൽ നിന്നും പോസിറ്റീവിലോട്ടായിക്കോട്ടെ നെഗറ്റീവിലോട്ടായിക്കോട്ടെ ഏതൊരു സംഖ്യയിലോട്ടുമുള്ള ഡിസ്റ്റൻസ് d എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ ആയിരിക്കും, അതിന്റെ കേവല മൂല്യമായിരിക്കും. അപ്പൊ 0-ൽ നിന്നും എനിക്ക് -5-ലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പൊ ഇവിടുത്തെ സംഖ്യ എന്താണ്? -5 ആണല്ലേ. -5ന്റെ കേവല മൂല്യം എടുത്തു. കേവല മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? +5 ആണല്ലേ. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? +5 ആണ്. ഇനി -6-ലോട്ടാണെങ്കിലോ അപ്പൊ നമ്മൾ എന്തെടുക്കും? d = -6, അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -6 എടുക്കും. അതിന്റെ ആൻസർ എന്ത് തന്നെയാണ്? 6 തന്നെയാണ് അല്ലേ. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ്? 6 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 0-ൽ നിന്നും ഏതൊരു സംഖ്യയിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിലും എന്തെടുത്താൽ മതി? അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ അങ്ങ് എടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതെങ്കിലും രണ്ട് നമ്പറിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുക്കുവാണ്, 2ഉം 5ഉം. അപ്പൊ 2വിന്റെയും 5വിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്, അകലമാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. 2 കഴിഞ്ഞ് 3, 1, 2, 3. അപ്പൊ 2വിന്റെയും 5വിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആണല്ലേ. 3 ആണ്. ഇനി അടുത്തതായിട്ട് -2വിന്റെയും -5വിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് നോക്കാം. അവിടെയും നോക്കിയേ, 1, 2, 3. അവിടെയും എത്രയാണ് ഡിസ്റ്റൻസ് വന്നത്? 3 ആണല്ലേ. അപ്പൊ ഈ 3 എങ്ങനെ വന്നത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ. 2ന്റെയും 5ന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 3 എന്ന് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 5 - 2 എന്ന് എഴുതാമല്ലോ. അതായത് വലിയ സംഖ്യയാണ് 5, ചെറിയ സംഖ്യയാണ് 2. അത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി അല്ലേ. അതേപോലെ ഇവിടെയും നോക്കിയേ, ഇവിടെ എന്ന് പറയുന്നത് വലിയ സംഖ്യ ഏതാണ്? -5 ആണോ -2 ആണോ? നമുക്കറിയാം നമ്പർ ലൈനിൽ 0-ൽ നിന്നും ലെഫ്റ്റിലോട്ട് ഇടത്തോട്ട് പോകും തോറും സംഖ്യകളുടെ വലിപ്പം എന്താണ്? കുറഞ്ഞാണ് വരുന്നത് അല്ലേ. അപ്പൊ ഉറപ്പായിട്ടും -2 ആയിരിക്കും വരുന്നത് അല്ലേ. -5 ചെറുതുമായിരിക്കും. അപ്പൊ വലുതിനെ നമുക്ക് ആദ്യം എഴുതാം. വലുതെന്ന് പറയുന്നത് -2 ആണ്. ഇനി എന്താണ് അടുത്തത്? കുറയ്ക്കുവാണല്ലേ, മൈനസ്. അടുത്ത സംഖ്യ ഏതാണ്? -5 ഈക്വൽസ്. അപ്പൊ നമുക്ക് എന്താണ്? -2 ആദ്യം എഴുതാം. ഇനി ഇവിടെ 2 മൈനസ് ഉണ്ടല്ലേ, നെഗറ്റീവ് സംഖ്യകളുണ്ട്. 2 നെഗറ്റീവ് വരുമ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് ആണ്, +5. അതായത് ഇപ്പോൾ ഒരു നെഗറ്റീവും ഒരു പോസിറ്റീവും വന്നു. അപ്പം വലുതീന്ന് ചെറുത് കുറയ്ക്കുക. 5-ന്ന് 2 കുറയ്ക്കുമ്പോൾ 3. വലുതിന്റെ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് ആണ്, അതായത് +3 എന്ന് വരും. അപ്പൊ ഇവിടെ 2 എടുത്ത് നോക്കിയാൽ നമുക്ക് 3 എന്ന് ഡിസ്റ്റൻസ് വന്നു. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഏതെങ്കിലും രണ്ട് സംഖ്യകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ മൈനസ് ചെയ്താണ് കണ്ടുപിടിച്ചത് അല്ലേ. അപ്പൊ ഇനി അടുത്തതായിട്ട് ഞാൻ ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പർ ഒന്ന് കുറയ്ക്കാൻ പോവാ. ഇവിടെ നോക്കിയേ, 2 ആണ് ചെറിയ നമ്പർ അല്ലേ, വലിയ നമ്പർ 5 ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടുമെന്ന് നോക്കാം. 2 - 5. ഒരു നെഗറ്റീവ് നമ്പറും കിട്ടി, ഒരു പോസിറ്റീവ് നമ്പറും കിട്ടി അല്ലേ. അപ്പൊ വലുതീന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈൻ. വലുതീന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. വലുതിന്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ. അപ്പൊ ഇവിടെ നമുക്കൊരു നെഗറ്റീവ് കിട്ടി. അടുത്ത ഇവിടുത്തെ നോക്കിയേ, ഇവിടെ നമ്മൾ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ കുറയ്ക്കാൻ പോവാണ്. ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ -5 ആയിരുന്നു. മൈനസ് വലിയ നമ്പർ എന്താണ്? -2 ആണ് അല്ലേ. അപ്പൊ ചെറുതീന്ന് നമ്മൾ വലുത് കുറയ്ക്കുവാണ്. -5. ഈ രണ്ട് മൈനസുകളോട് ചേരുമ്പോൾ എന്താവും? പ്ലസ് ആവും അല്ലെ, +2. ഇവിടെയും എന്താണ്? ഒരു നെഗറ്റീവും പോസിറ്റീവും കിട്ടി. അതായത് വലുതീന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈൻ. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? -3 എന്ന് കിട്ടി. അപ്പൊ നോക്കിയേ, നമുക്ക് രണ്ടിടത്തും -3 എന്നാ കിട്ടിയത് അല്ലെ. നമുക്കറിയാം ഡിസ്റ്റൻസ്, അകലം എന്ന് പറയുന്ന ഒരിക്കലും നെഗറ്റീവ് സംഖ്യകൾ വരത്തില്ല അല്ലെ. ഇപ്പൊ നമ്മൾ 1/2 കിലോമീറ്റർ, 1 കിലോമീറ്റർ എന്നൊക്കെ പറയാം അല്ലെ. അതേസമയം -1 കിലോമീറ്റർ എന്നോ -2 കിലോമീറ്റർ എന്നോ എല്ലാം പറയുവോ? അത് പോസിബിൾ അല്ല അല്ലേ. ഒരിക്കലും ഡിസ്റ്റൻസിന് നമുക്ക് നെഗറ്റീവ് സൈൻ കൊടുക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ കേവല മൂല്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോസിറ്റീവ് ആയിക്കോളുമല്ലോ. അപ്പൊ നോക്കിയേ, -3യുടെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 3 ആണല്ലേ. അതുപോലെ ഇവിടെ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കാം. അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് വരും? 3 എന്ന് വരും.
അപ്പൊ നമുക്കൊരു കാര്യം പറയാം. ഏതെങ്കിലും രണ്ട് പോയിന്റ് എക്സ് കോമ വൈ, ഈ എക്സ് വൈ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കും, എക്സ് ആയിരിക്കും വലുത്, അല്ലെങ്കിൽ വൈ ആയിരിക്കും വലുത്. ഏതെങ്കിലും ആയിക്കോട്ടെ, വലുതോ ചെറുതോ ഒന്നും നോക്കണ്ട. അങ്ങനെ രണ്ട് സംഖ്യകൾ തന്നാൽ അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡി ഈക്വൽ ടു എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈ എന്ന് വരുമ്പം ഒരു പ്രശ്നമുണ്ട്. വലുതിന്ന് ചെറുത് കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പോസിറ്റീവ് ആയിരിക്കും കിട്ടുന്നത് അല്ലേ. എക്സ് ആണ് ചെറുതെങ്കിലോ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു മോഡുലസും കൂടെ കൊടുക്കണം. അതായത് ഏതെങ്കിലും രണ്ട് പോയിന്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ ആണ്. ഇവിടെ നമ്മൾ എക്സ് മൈനസ് വൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ നെഗറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഏത് കിട്ടിയാലും നമുക്ക് പുറത്തു വരുന്ന ആൻസർ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ്? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. അടുത്തത് പേജ് നമ്പർ 174 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. താഴെ കുറെ സമവാക്യങ്ങൾ, ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നിലും എക്സിന്റെ വില കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആദ്യത്തെ നോക്കിയേ, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 5 എന്നാണ് അല്ലെ. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതായത് എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ 5 ആവണമെങ്കിൽ നമുക്കറിയാം ഇതിനകത്ത് എന്തൊക്കെയായിരിക്കാം? ഒന്നെങ്കിൽ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ആയിരിക്കാം അല്ലെ. പോസിറ്റീവ് 5 അല്ലെങ്കിൽ നെഗറ്റീവ് 5, ഇത് രണ്ടും ആണെങ്കിലും നമുക്ക് എന്താണ്? പുറത്ത് വരുന്ന പോസിറ്റീവ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ നമുക്ക് എന്തൊക്കെ പറയാം? ഒന്നെങ്കിൽ പോസിറ്റീവ് 5 ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് 5 ആയിരിക്കും. അതായത് നമുക്ക് ഒരുമിച്ച് എങ്ങനെ പറയാം? പ്ലസ് ഓർ മൈനസ് 5 എന്ന് പറയാം അല്ലെ. അത് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5 എന്ന് പറയാം. മനസ്സിലായോ? അതായത് ഇതിനകത്ത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ആൻസർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇവിടെ 5 കിട്ടണമെങ്കിൽ അകത്ത് ഒന്നെങ്കിൽ പോസിറ്റീവ് 5 ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് 5 ആയിരിക്കും. ഇതിന്റെ രണ്ടിന്റെ ആൻസർ, അതായത് പ്ലസ് 5ന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ത് തന്നെയാണ്? 5 തന്നെയാണ് അല്ലെ. അതുപോലെ നെഗറ്റീവ് 5ന്റെയും അബ്സല്യൂട്ട് വാല്യൂ എന്ത് തന്നെയാണ്? 5 ആയിരിക്കും. അപ്പൊ 5 നമുക്ക് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും. അപ്പൊ എക്സിന്റെ വില എന്താണ്? ഒന്നെങ്കിൽ പ്ലസ് 5 ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് 5 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 3 ഈക്വൽ ടു 2 എന്നുള്ളത്. അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് 2 ആണല്ലേ. നമുക്കറിയാം ഡിസ്റ്റൻസ് ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ എന്നാണ് അല്ലേ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? എക്സിന്റെയും വൈയുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി അല്ലേ. അപ്പൊ എക്സും വൈയും ആണ് രണ്ട് എൻഡ് പോയിന്റ്സ്, അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കിയാലോ. ഇതെന്ന് പറയുന്നത് എക്സിന്റെയും 3ന്റെയും ഇടയിൽ, -3 അല്ല, ഈ മൈനസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മൈനസ് ആണ്. അപ്പൊ എക്സിന്റെയും 3ന്റെയും ഇടയിലുള്ള ആ ഡിസ്റ്റൻസ് ആണ് 2 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു പോയിന്റ് 3 ആണല്ലേ. അതായത് എക്സിന്റെയും 3യുടെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 2 എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിൽ ഒരു പോയിന്റ് 3 ആണ്. അപ്പൊ 3 കഴിഞ്ഞിട്ട്, അതായത് ഡിസ്റ്റൻസ് 2 ആണെങ്കിൽ 3 കഴിഞ്ഞിട്ട് 2 സ്ഥാനം മാറ്റി, അതായത് 1 2 മാറ്റി. ഇതാണ്ട് ഇത് ഒന്നെങ്കിൽ ഈ 5 ആയിരിക്കും നമ്മുടെ എക്സ്, അല്ലെങ്കിൽ എന്താണ്? അത് റൈറ്റ് സൈഡിലോട്ടാ പോയതല്ലേ. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റാമല്ലോ. അതായത് 1 2, അതായത് ഈ 1 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ അതാവാം നമ്മുടെ എക്സ്. അപ്പൊ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെ വരാം? ഒന്നെങ്കിൽ 5 വരാം, അല്ലെങ്കിൽ 1 വരാം. മനസ്സിലായോ? ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ തന്നെ ഒരു പോയിന്റ് 3 ആണെങ്കിൽ നമ്മുടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ 5 വരാം, അല്ലെങ്കിൽ 1 വരാം. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 3 + 2 വരാം അല്ലെ. അതായത് 2 സ്ഥാനം മുന്നോട്ട് വരാം, അതുപോലെ തന്നെ 2 സ്ഥാനം പുറകിലോട്ടും വരാം അല്ലെ. -2 വരാം. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കാം? എക്സിന്റെ വില എന്ന് പറയുന്നത് 3 ആണ് ഒരു പോയിന്റ് അല്ലെ. 3യുടെ കൂടെ 2 കൂട്ടാം. 2 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും അല്ലെ. അതുപോലെ തന്നെ എക്സിന് മറ്റൊരു വിലയും കൂടെ ഉണ്ട്. 3യുടെ കൂടെ എന്താണ്? 2 കുറയ്ക്കാം അല്ലെ. 2 കുറച്ചാൽ എത്ര കിട്ടും? 1 എന്നും കിട്ടും. അപ്പൊ ഈ 2 വിലയാണ് എക്സിനുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? ഇഫ് എക്സ് ഈസ് ഓൺ ദ റൈറ്റ് ഓഫ് 3 അല്ലെ. 3ന്റെ വലതുവശത്താണ് എക്സ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിന്റെ വില 3 + 2 = 5 എന്ന് എഴുതാം അല്ലെ. അതുപോലെ തന്നെ ഇഫ് എക്സ് ഈസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് 3, അതായത് 3ന്റെ ഇടതുവശത്താണ് എക്സ് എങ്കിലോ എക്സിന്റെ വില എന്താണ്? 3 - 2 ആണ് അല്ലെ. 3 - 2 = 1. അപ്പൊ അടുത്തത് അതിന്റെ മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് - 2 = 3. അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? d = mod x - y എന്നാണല്ലോ.
അപ്പൊ ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആണല്ലേ. അതുപോലെ എക്സും വൈയും 2 പോയിന്റ്സ് ഉണ്ടല്ലോ. ആ 2 പോയിന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് എക്സും ഒന്ന് 2 ആണല്ലേ. അപ്പൊ എക്സിന്റെയും 2ന്റെയും എക്സ് എന്ന് പറയുന്ന പോയിന്റിന്റെയും 2 എന്ന് പറയുന്ന പോയിന്റിന്റെയും ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ് എത്ര? 3 അല്ലേ. അപ്പൊ നമുക്ക് എന്തൊക്കെ വരാം? ഒന്നെങ്കിൽ റൈറ്റിലോട്ട് വരാം, അതായത് +3 വരാം, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് വരാം, -3 വരാം. ഏത് പോയിന്റിൽ നിന്നാണ്? 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും അല്ലേ. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഒരു പോയിന്റ് എക്സ് ആണല്ലേ, അത് നമുക്ക് അറിയത്തില്ല. രണ്ടാമത്തെ പോയിന്റ് അറിയാമല്ലോ, 2 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ഇനി അടുത്ത എന്താണ്? ഈ എക്സും 2ഉം തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെ, ഡിസ്റ്റൻസ് 3 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? +3 ഇങ്ങോട്ട് വരാം, അതുപോലെ തന്നെ -3 ഇങ്ങോട്ടും പോരാം. ഡിസ്റ്റൻസ് 3 എന്ത് ചെയ്യാം? വലത്തോട്ടും പോകാം, അതുപോലെ ഡിസ്റ്റൻസ് 3 ഇടത്തോട്ടും വരാം. അപ്പൊ +3 ഇങ്ങോട്ടും -3 ഇങ്ങോട്ടും അല്ലെ. അപ്പൊ ഇവിടെ നോക്കി, എക്സിന്റെ ഒന്നാമത്തെ വില എന്ന് പറയുന്നത് 2ന്റെ കൂടെ +3 3 കൂട്ടുക. 3 കൂട്ടുമ്പോൾ എവിടെയായിരിക്കും? 2 ഇവിടെ ആണെങ്കിൽ 1 2 3 എവിടെയായിരിക്കും? 2 + 3 5. ഒന്നെങ്കിൽ നമ്മുടെ എക്സ് ഏത് പോയിന്റ് ആയിരിക്കും? 5 എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും അല്ലെ. അല്ലെങ്കിലോ x = 2 -3. 2 -3 എന്ന് പറയുന്നത് എത്രയാണ്? -1 ആണല്ലേ. അതായത് 1 2 3 ഇതായിരിക്കും. അപ്പൊ ഒന്നെങ്കിൽ നമ്മുടെ എക്സിന്റെ വില 5 ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ എക്സിന്റെ വില -1 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഇഫ് എക്സ് ഈസ് ഓൺ ദ റൈറ്റ് ഓഫ് 2, അതായത് 2ന്റെ വലതുവശത്താണ് എക്സ് എങ്കിൽ അതിന്റെ വില എത്രയായിരിക്കും? 5 ആയിരിക്കും അല്ലെ. എക്സിന്റെ വില 5 ആയിരിക്കും. അതുപോലെ തന്നെ ഇഫ് എക്സ് ഈസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് 2, അതായത് 2ന്റെ ഇടതുവശത്താണ് എക്സ് എങ്കിൽ അതിന്റെ വില എത്രയായിരിക്കും? എക്സിന്റെ വില -1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. x + 2 = 3. അതായത് നമ്മുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? d = (x - y) ആണല്ലേ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - y. ഇവിടെ നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് x - y എന്നാണ്. ഇവിടെ കൊടുത്തേക്കുന്നതോ x + 2 എന്നാണ് അല്ലേ. അപ്പൊ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമുക്ക് ഇവിടെ എന്ത് വേണം? മൈനസ് വരണം അല്ലെ. മൈനസ് ആണ് നമ്മുടെ ഈ ഒരു മോഡുലസിനകത്ത് വരേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്ലസിനെ നമ്മൾ മൈനസ് ആക്കി മാറ്റണം. എങ്ങനെ മാറ്റും? നമുക്കറിയാം, 2 മൈനസ് ചേരുമ്പോൾ പ്ലസ് ആയിരിക്കും അല്ലേ. മൾട്ടിപ്ലിക്കേഷനിൽ 2 മൈനസ് ഗുണം മൈനസ് എന്താണ്? പ്ലസ് ആയിരിക്കും. അതായത് 2 നെഗറ്റീവ്സ് അടുത്ത് വരുമ്പോൾ പോസിറ്റീവായിട്ട് മാറും അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നോക്കണേ. എക്സ് -2 ഇങ്ങനെ എഴുതാമല്ലോ. അതായത് ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായിക്കോളും? പോസിറ്റീവ് ആയിക്കോളും അല്ലെ. അപ്പൊ നമ്മൾ ഈ പ്ലസിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് -2 എന്നാക്കി. നോക്കിയേ, ഇപ്പൊ ഇവിടെ നമുക്ക് മൈനസ് സൈൻ വന്നല്ലേ. ഇപ്പൊ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അങ്ങ് മാറി. അപ്പൊ ഇവിടെ നോക്കിയേ, എക്സ് -2. ഇവിടെ ഇപ്പൊ മൈനസോ പ്ലസോ അതൊരു ബുദ്ധിമുട്ടല്ല. നമ്മുടെ ഈ ഒരു സൈൻ മൈനസ് ആവണമായിരുന്നല്ലേ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനകത്തില് x - y എന്നാണ്. ഇപ്പൊ നോക്കിയേ, ഈ ഒരു ഫോമിലായല്ലോ ഇതും. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പൊ ഇതുപോലെ പ്ലസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോണം? അതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. 2 മൈനസ് ചേരുമ്പോഴാണ് ഒരു പ്ലസ് വരുന്നതെന്ന് ഓർത്തോണം. അപ്പൊ ഇനി നമുക്ക് എഴുതാം അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - -2 = 3 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇനി നമുക്ക് നോക്കാം. നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 ആണല്ലേ. ഡിസ്റ്റൻസ് 3 ആണ്. അതുപോലെ തന്നെ 2 പോയിന്റ്സിൽ ഒരെണ്ണം ഏതാണ്? എക്സ് ആണ്, ഒരെണ്ണം -2 ആണല്ലേ. അപ്പൊ -2 ഇതാണ് നമ്മുടെ ഒരു പോയിന്റ്. ഡിസ്റ്റൻസ് 3 ആണെങ്കിൽ നമുക്കറിയാം ഇത് കഴിഞ്ഞിട്ട്, അതായത് വലത്തോട്ട് 3 പോകാം, അതുപോലെ തന്നെ ഇടത്തോട്ട് വേണമെങ്കിലും 3 പോകാം അല്ലെ. അപ്പൊ വലത്തോട്ട് 3 പോയാലോ? 1 2 3. വലത്തോട്ട് +3 പോവാണെങ്കിൽ ഏതായിരിക്കും പോയിന്റ്? 1 ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ -2 നിന്നും ഇടത്തോട്ട് 3 പോകണം അല്ലെ. ഇടത്തോട്ട് 3 പോകാന്ന് വെച്ചാൽ 1 2 3. അപ്പൊ ഇടത്തോട്ട് 3 പോയി കഴിഞ്ഞാൽ എന്താണ്? -5 വരും അല്ലെ. അപ്പൊ നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് -2 ആണല്ലേ. -2. ഡിസ്റ്റൻസ് എന്താണ്? വലത്തോട്ടാണെങ്കിൽ +3. ഇതെങ്ങനെ ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈന്, അതായത് 1 ആയിരിക്കുമല്ലോ നമ്മുടെ ഒരു പോയിന്റ്. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് കണ്ടുപിടിക്കാനോ? എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പോയിന്റ് 2 ആണ്. 2 നിന്ന് എന്താണ്? വലത്തോട്ടുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇടത്തോട്ട് പോകുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? -3 ചെയ്താൽ മതി അല്ലേ. അപ്പൊ എന്ത് കിട്ടും? -5. അപ്പൊ ഇവിടെ നമുക്ക് അവസാനം എന്ത് എഴുതാം? ഇഫ് എക്സ് ഈസ് ഓൺ ദ റൈറ്റ് ഓഫ് -2, -2ന്റെ വലത്തുവശത്താണ് എക്സ് എങ്കിൽ എങ്ങനെ എഴുതാം? x = -2 + 3 = 1. ഇതെങ്ങനെ 1 വന്നതെന്ന് മനസ്സിലായല്ലോ. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ സൈന്. അടുത്തത് ഇഫ് എക്സ് ഈസ് ഓൺ ദ ലെഫ്റ്റ് ഓഫ് -2, -2ന്റെ ഇടതുവശത്താണ് എക്സ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? x = -2 - 3. അതായത് -2 നിന്നും ലെഫ്റ്റിലോട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് ഇവിടെ -3 ആയിരിക്കും.
അപ്പൊ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ -5 എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലായോ? ഇത് രണ്ടും എന്താണ്? നെഗറ്റീവ് സംഖ്യകളാണ് അല്ലേ? രണ്ട് നെഗറ്റീവ് സംഖ്യ വരുമ്പോൾ എന്ത് ചെയ്യും? ആഡ് ചെയ്തിട്ട് അതേ സൈൻ തന്നെ കൊടുക്കും, സെയിം സൈൻ തന്നെ കൊടുക്കും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ബിറ്റ്വീൻ വിച്ച് നമ്പേഴ്സ് എക്സ് ഷുഡ് ലൈ ടു സാറ്റിസ്ഫൈ ഈച്ച് ഓഫ് ദ ഇക്വേഷൻസ് ബിലോ. അപ്പൊ ഇവിടെ നമ്മൾ 4 ഇക്വേഷൻസ് കണ്ടല്ലോ. അപ്പൊ ഈ ഇക്വേഷൻസ് ശരിയാവണമെങ്കിൽ, ഈ 4 ഇക്വേഷൻസും ശരിയാവണമെങ്കിൽ നമ്മൾ എക്സിന്റെ വാല്യൂ ഏതൊക്കെ നമ്പേഴ്സിന് ഇടയിലായിരിക്കണം, അതായത് എക്സിന് നമുക്ക് ഏതൊക്കെ വാല്യൂസ് കൊടുത്താൽ ഈ ഇക്വേഷൻസ് ശരിയാകും, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 3 അല്ലെ? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 3. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അബ്സല്യൂട്ട് വാല്യൂ എക്സ് ഈക്വൽ ടു 5 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്ന് എഴുതാൻ പോവാ. അങ്ങനെയാണെങ്കിൽ എക്സിന് ഏതൊക്കെ വാല്യൂ കൊടുക്കാം നമുക്ക്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ എക്സിന് ഏതൊക്കെ വില കൊടുക്കാം? നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, അതായത് എക്സിന് ഒന്നെങ്കിൽ എന്താണ് +3 കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? -3 കൊടുക്കാം. +3 കൊടുത്തു കഴിഞ്ഞാലോ, അതായത് +3യുടെ അബ്സല്യൂട്ട് വാല്യൂ എത്ര തന്നെയാണ്? 3 തന്നെയാണ് അല്ലേ? അതുപോലെ തന്നെ -3യുടെ അബ്സല്യൂട്ട് വാല്യൂ എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പം +3 കൊടുത്താലും -3 കൊടുത്താലും ആൻസർ എന്ത് തന്നെയാണ്? 3 തന്നെയാണ്. അപ്പൊ എക്സിന്റെ രണ്ട് വാല്യൂസ് ഏതൊക്കെയാണ്? -3യും +3യും. ഏത് കേസാണ് നമ്മൾ പറഞ്ഞത്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈക്വൽ ടു 3 എന്നാണെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ ഒന്നെങ്കിൽ +3 കൊടുക്കാം, അല്ലെങ്കിൽ -3 കൊടുക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ആയിരിക്കണം അല്ലെ? 3 ആവാൻ പാടില്ല, 3യെക്കാട്ടിലും ചെറുതായിരിക്കണം. ഈ ലെസ് ദാനും ഗ്രേറ്റർ ദാനും നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് നോക്കിയേ, ഇങ്ങനെ കൊടുക്കുന്നത്, അതായത് വാ തുറന്ന ഭാഗം എപ്പോഴും വലുതായിരിക്കും. മനസ്സിലായോ? ഇനി അതേ സമയം കണ്ട് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഏതാണ് വലുത്? വാ തുറന്നിരിക്കുന്ന ഭാഗം ഇവിടാണ് അല്ലേ? അബ്സല്യൂട്ട് എക്സ് എന്നാണ് അല്ലെ? അപ്പൊ അബ്സല്യൂട്ട് എക്സ് ആണ് ഇവിടുത്തെ വലുത്. അതുപോലെ തന്നെ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ, അതായത് വാ തുറന്നിരിക്കുന്ന ഭാഗം ലെഫ്റ്റ് സൈഡും ഈ വാല് പോലിരിക്കുന്ന ഭാഗം റൈറ്റ് സൈഡും ആണെങ്കിൽ ഇതിനെ വിളിക്കുന്നതാണ് ഗ്രേറ്റർ ദാൻ. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച്, അതായത് വാ തുറന്നിരിക്കുന്ന ഭാഗം റൈറ്റ് സൈഡും ഈ വാല് പോലിരിക്കുന്ന ഭാഗം ലെഫ്റ്റ് സൈഡും ആണെങ്കിൽ ഇതിനെ എന്താണ്? ലെസ് ദാന്. ഇത് ലെസ് ദാന്, ഇത് ഗ്രേറ്റർ ദാന്. മനസ്സിലായല്ലോ? ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വാ തുറന്നിരിക്കുന്ന ഭാഗമായിരിക്കും എപ്പോഴും വലുത്. ഇവിടെ വാ തുറന്നിരിക്കുന്നത് 3ലോട്ടാണ് അല്ലെ? അപ്പൊ 3 വലുതാണല്ലേ? അപ്പൊ 3നേക്കാട്ടിലും ചെറുതായിരിക്കണം നമുക്ക് ഇവിടെ കിട്ടുന്ന അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതായത് എക്സിന്റെ അബ്സല്യൂട്ട് വാല്യൂ എപ്പോഴും എന്തായിരിക്കണം? 3നേക്കാളും ചെറുതായിരിക്കണം. നമുക്ക് ആദ്യം എന്ത് കൊടുക്കാം? +3 ഇട്ട് കൊടുക്കാം. +3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ +3 ആണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു ഈക്വൽ ടു 3 ആണല്ലേ? അപ്പൊ +3 എന്ന് പറയുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഇത് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ തന്നെ -3 ഇട്ട് കൊടുത്താലോ? -3 എന്ന് പറഞ്ഞാലും അബ്സല്യൂട്ടിന് പുറത്ത് വരുമ്പം അതും പോസിറ്റീവ് ആവും അല്ലെ? അതായത് ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആയിട്ട് വരും. അപ്പൊ നമുക്ക് +3യും പറ്റത്തില്ല, -3യും പറ്റത്തില്ല. ഇനി 2 ഇട്ട് കൊടുത്താലോ? +2 ഇട്ട് കൊടുത്താലോ? 3യെക്കാട്ടിലും ചെറുതായിരിക്കുമല്ലോ 2. 3 അല്ലേ വലുത്. അപ്പൊ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ? അടുത്തത് 1 ഇട്ട് കൊടുക്കാം നമുക്ക്. 1 ഇട്ട് കൊടുത്താലും എന്താണ്? മോഡുലസ് ആണ് കേട്ടോ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1 ആണ്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 2. അപ്പൊ അതും എന്താണ്? 3യെക്കാട്ടിലും ചെറുതായതുകൊണ്ട് അതും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അടുത്ത എന്താണ്? 0 ആണല്ലേ? 0 ഇട്ട് കൊടുത്താലോ? 0യും എന്താണ്? 3യെക്കാട്ടിലും ചെറുതാണ് അല്ലെ? 3യെക്കാട്ടിലും ചെറുതായതുകൊണ്ട് അതും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യും. അടുത്ത് നോക്കിയേ, അടുത്ത പിന്നെ ആരാണ്? -1 ആണല്ലേ? ഞാൻ ഇങ്ങനെ ഒരു ഓർഡറിലാണ് പറയുന്നത്, 3 മുതൽ ഇങ്ങോട്ട്. ഇവിടെ 4 എന്തായാലും ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. +4 എന്ന് പറയുന്നത് ലെസ് ദാൻ 3 നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? +4 പുറത്ത് വരുമ്പോൾ 4 എന്ന് വരും അല്ലെ? 4 3യെക്കാട്ടിലും ചെറുതാണെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ഈ വാല് കിടക്കുന്ന ഭാഗമാണ് ചെറുതെന്ന് ഞാൻ പറഞ്ഞല്ലേ? വാ തുറന്നിരിക്കുന്ന ഭാഗമാണ് വലുത്. അപ്പൊ 3 ആണ് ഇവിടെ വലുതെന്നാണ് ഇതിന്റെ അർത്ഥം. ശരിയാണോ? അല്ല. അപ്പൊ നമുക്ക് 4 കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങോട്ടുള്ള ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. 5 കൊടുക്കാൻ പറ്റത്തില്ല, 6 കൊടുക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. 3 കൊടുക്കായിരുന്നു, പക്ഷെ 3 കൊടുത്തപ്പോ എന്താണ്? ഈക്വൽ ടു വരും. അപ്പൊ അതും കൊടുക്കാൻ പറ്റത്തില്ല. ഇനി പിന്നെന്താണ്? 2 ആണ് കൊടുക്കാൻ പറ്റുന്നത്. 2 കൊടുത്തപ്പം കറക്റ്റ് ആയിട്ട് വന്നു. അതുപോലെ 1 കൊടുത്തപ്പോഴും കറക്റ്റ് ആയിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 0 കൊടുത്തപ്പോഴും കറക്റ്റ് ആയിട്ട് വന്നു. അടുത്തത് നമ്മൾ -1 ആണ് കൊടുക്കുന്നത്. -1ന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? 1 തന്നെയാണ്, +1 ആണ് അല്ലേ? അതെന്തായാലും 3യെക്കാട്ടിലും ചെറുതാണ്. അപ്പൊ അതും എന്താണ്? ശരിയായിട്ട് വന്നു. ഇനി നമുക്ക് -2 കൊടുക്കാം. -2ന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? +2 ആണല്ലേ? അതും എന്താണ്? 3നേക്കാട്ടിലും ചെറുതാണ്, അതും കറക്റ്റ് ആണ്. ഇനി അടുത്ത -3. -3യുടെ അബ്സല്യൂട്ട് വാല്യൂ എന്താണ്? കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ഇവിടെ പറഞ്ഞായിരുന്നു.
-3യുടെ അബ്സല്യൂട്ട് വാല്യൂ 3 അത് 3നേക്കാളും ചെറുതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇങ്ങനൊരു കണ്ടീഷനില്ലല്ലോ. ഈക്വൽ ടു ആണല്ലേ, അപ്പോൾ ഇതും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഏതൊക്കെയാണെന്ന് നോക്കിയേ. 2 കൊടുക്കാൻ പറ്റും, അതായത് +2 കൊടുക്കാൻ പറ്റും, +1 കൊടുക്കാൻ പറ്റും, 0 കൊടുക്കാൻ പറ്റും, -1 കൊടുക്കാൻ പറ്റും, -2 കൊടുക്കാൻ പറ്റും. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നമ്പേഴ്സ് കൊടുക്കാൻ പറ്റും ഈ ഒരു കണ്ടീഷനിൽ. ഏതാ കണ്ടീഷൻ? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈസ് <3. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇത്രയും വാല്യൂസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എക്സിന്റെ വാല്യൂസ് എവിടെ മുതൽ എവിടെ വരെയാണ്? -2 മുതൽ +2 വരെയുള്ള വാല്യൂസ് കൊടുക്കാം. നമുക്കിവിടെ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് -3 കൊടുക്കാൻ പറ്റത്തില്ല. -3യെക്കാട്ടിലും വലുതായിരിക്കണം. -3യെക്കാട്ടിലും വലുത് ഏതാണ്? -2 ആണല്ലേ. അതായത് റൈറ്റിലോട്ട് പോകും തോറും വലുതായിരിക്കുമല്ലോ. അപ്പൊ -3യെക്കാട്ടിലും വലുതാണ് -2. അപ്പൊ -3യെക്കാട്ടിലും വലുതായിരിക്കണം എക്സ്. അതുപോലെ തന്നെ ആരെക്കാട്ടിലും ചെറുതുമായിരിക്കണം? +3യെക്കാട്ടിലും ചെറുതുമായിരിക്കണം. ഇങ്ങനെയാണ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഒന്നുകൂടെ പറയാം. എക്സ് എന്ന് പറയുന്നത്, അതായത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് <3 ആവണമെങ്കിൽ എക്സിന്റെ വാല്യൂസ് എവിടെ മുതൽ എവിടെ വരെ കൊടുക്കാം? -3യെക്കാട്ടിലും മുകളിലുള്ളതായിരിക്കണം. -3യെക്കാട്ടിലും മുകളിൽ ആരുണ്ട്? -2 ഉണ്ട്, -1 ഉണ്ട്, 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, അങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. -3യെക്കാളും മുകളിലായിരിക്കണമെന്ന് മാത്രമല്ല, +3യെക്കാട്ടിലും താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ +3യെക്കാട്ടിലും കുറവുമായിരിക്കണം. +3യെക്കാളും കുറവ് ഏതാ? അപ്പൊ ഇത് രണ്ടും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇത് രണ്ടിനെ നമുക്ക് അങ്ങ് വെട്ടിക്കളയാം. അപ്പൊ ബാക്കി എത്ര പേരുണ്ട്? -2, -1, 0, 1, 2. അപ്പൊ ഇത്രയും നമ്പേഴ്സ് ആണ് ഈ കണ്ടീഷനിൽ വരുന്നത്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - 2 ഈസ് <1. അതായത് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അറിയാലോ. D = mod x - y. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - y. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് x ആണ്, അടുത്ത പോയിന്റ് എന്താണ്? 2 അത്രയും മനസ്സിലായല്ലോ. ഇനി ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 ആണെന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്, 1നേക്കാട്ടിലും കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. കണ്ടോ, ലെസ് ആണ് വന്നേക്കുന്നത്. അതായത് 1 വലുതായിരിക്കണം. അപ്പൊ 1നേക്കാട്ടിലും കുറവായിരിക്കണം ഇവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളത് നോക്കണേ. x - 2 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - 2 = 1 ആണെങ്കിൽ, 1 ആണെങ്കിൽ, ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ നമുക്ക് ഏതൊക്കെ പോയിന്റ്സ് പറയായിരുന്നു? ഒരു പോയിന്റ് എക്സ് ആണെന്നറിയാം അല്ലെ, രണ്ടാമത്തെ പോയിന്റ് 2 ആണ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് 2 ആണ്. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് 1 ആണല്ലേ. അപ്പൊ ഡിസ്റ്റൻസ് 1 ആണെങ്കിൽ വലത്തോട്ടും 1 എടുക്കാം, ഇടത്തോട്ടും 1 എടുക്കാം അല്ലെ. വലത്തോട്ട് 1 എടുക്കുവാണെങ്കിൽ ഏതാ പോയിന്റ്? 3 ആണ് പോയിന്റ്. ഇടത്തോട്ടാണെങ്കിൽ 1 ആണ് പോയിന്റ്. ഈക്വൽ ടു ആയിരുന്നെങ്കിൽ നമ്മുടെ രണ്ട് പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? വലത്തോട്ട് എടുക്കുമ്പോൾ 3യും ഇടത്തോട്ട് എടുക്കുമ്പോൾ 1 ആണെന്ന് പറയാം. എക്സിന്റെ വില 3യും 1 ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ ഈക്വൽ അല്ല, <1 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാം? 1നും 3ക്കും നടുവിലായിരിക്കും. അതായത് 1ഉം അല്ല 3യും അല്ല, അതിന്റെ നടുവിലായിരിക്കും ഇവിടുത്തെ എക്സിന്റെ വില. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഈസ് <x. 1 ആണോ? അല്ല, 1നേക്കാട്ടിലും മുകളിലോട്ടായിരിക്കും. എവിടെ വരെ വരും? 1നേക്കാളും മുകളിൽ എന്ന് പറയുമ്പോൾ 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. അപ്പൊ എല്ലാം കൂടെ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. 3 വരെ എടുക്കാൻ പറ്റത്തില്ല. അതായത് 3നേക്കാളും താഴെ വരെ എടുക്കാൻ പറ്റത്തുള്ളൂ. 3 പോലും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ 1നേക്കാട്ടിലും മുകളിലും ആയിരിക്കും, 3നേക്കാട്ടിലും താഴെയുമായിരിക്കും. അപ്പൊ എക്സ് ലൈസ് ബിറ്റ്വീൻ 1 and 3 അല്ലേ. അതിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയേക്കുന്നത്. എക്സ് എന്ന സംഖ്യ 1നും 3നും ഇടയിലായിരിക്കണം. അപ്പൊ 1 <x <3. അടുത്ത അതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - 1 ഈസ് <2. അപ്പൊ ഇവിടെ നോക്കിയേ, എക്സ് എന്ന് പറയുന്ന പോയിന്റിന്റെയും 1 എന്ന് പറയുന്ന പോയിന്റിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 ആണല്ലേ. അപ്പൊ നമുക്കറിയാം ഒരു പോയിന്റ് എക്സ് ആണ്, ഒരു പോയിന്റ് 1 ആണ്. അപ്പൊ 1 എന്ന് പറയുന്ന പോയിന്റ് നമുക്കറിയാം. ഇനി 1 എന്ന് പറയുന്ന പോയിന്റിന്റെയും എക്സ് എന്ന് പറയുന്ന പോയിന്റിന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്ര ആയിരിക്കും? 2 ആയിരിക്കും. അപ്പൊ 1ൽ നിന്നും ഡിസ്റ്റൻസ് 2 വലത്തേക്കും അതുപോലെ തന്നെ ഇടത്തേക്കും പോകാം അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. 1, 2. അപ്പൊ എക്സിന്റെ വില ഒന്നെങ്കിൽ 3 ആകാം, അല്ലെങ്കിലോ 1, 2. എക്സിന്റെ വില എന്താകാം? -1 ആകാം. അപ്പം 3യോ -1ഓ അത് ഏത് കേസിലാണ്? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് -1 = 2 ആണെങ്കിലാണ് എക്സിന്റെ വില -1ഉം 3യും ആകുന്നത്. പക്ഷെ ഇവിടെ ഈക്വൽ അല്ല, ആണ്, <2 ആണ്. അപ്പൊ എന്ത് പറയാം നമുക്ക്? -1നും 3ക്കും നടുവിലായിരിക്കും അല്ലെ.
അപ്പൊ നമുക്ക് എന്തെഴുതാം? എക്സ് ലൈസ് ബിറ്റ്വീൻ -1 ആൻഡ് 3 എന്ന് എഴുതാം അല്ലേ? എക്സ് എന്ന സംഖ്യ -1നും 3നും ഇടയിലായിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയാ അതിനെ എഴുതുന്നത്? -1നേക്കാട്ടിലും, അതായത് -1നും 3നും ഇടയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ -1നേക്കാട്ടിലും വലുതാവണം അല്ലെ? -1നേക്കാളും വലുതാകണം എക്സ്, അതുപോലെ തന്നെ 3നേക്കാളും ചെറുതുമാകണം. അതിന്റെ അർത്ഥം എന്താണ്? -1നും 3നും ഇടയിലായിരിക്കണം എക്സ്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് പ്ലസ് 1 ഈസ് ലെസ് ദാൻ 2 അല്ലെ? ഈ ലെസ് ദാൻ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇവിടോട്ട് നോക്കിയേ, +1 ആണ് അല്ലെ? അതായത് നമുക്കറിയാം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എക്സ് മൈനസ് വൈ എന്നാണ്. ഇവിടെ എന്താണ്? എക്സ് +1 എന്നാണ് അല്ലെ? അപ്പൊ ഇവിടെ ഈ പ്ലസ് നമുക്ക് എന്താക്കി മാറ്റണം? മൈനസ് ആക്കി മാറ്റണം. നമുക്കറിയാം രണ്ട് മൈനസുകൾ ഗുണിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ രണ്ട് മൈനസുകൾ അടുത്തടുത്ത് വരുമ്പോഴാണ് എന്ത് വരുന്നത്? പ്ലസ് വരുന്നത്. അപ്പൊ ഇവിടെ എന്താ? ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ എഴുതും? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് -1. അപ്പൊ രണ്ടാമത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് -1 ആണ് അല്ലെ? ഈസ് ലെസ് ദാൻ 2 ഇങ്ങനെ എഴുതാമല്ലോ. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ ഒരു പോയിന്റ് എക്സ് ആണ്, ഒരു പോയിന്റ് എന്താണ്? -1 ആണ് അല്ലെ? നമുക്ക് അറിയാവുന്ന പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി. ഏതാണ്? -1. അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത് എക്സിന്റെയും -1ന്റെയും ആ ഇടയ്ക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 ആണ് അല്ലെ? ഈക്വൽ ആണെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസ് എന്താണ്? 2 ആണ്. അപ്പൊ എങ്ങനെ പറയാം? -1ൽ നിന്നും വലത്തോട്ട് 2 സ്ഥാനം മാറണം അല്ലെ? അപ്പൊ ഇവിടാണ് എക്സിന്റെ ഒരു വാല്യൂ. അതേപോലെ തന്നെ ഇടത്തേക്ക് മാറണം അല്ലെ? 1, 2. അപ്പൊ ഇതാണ് അടുത്ത എക്സിന്റെ വില. അപ്പൊ എക്സിന്റെ വില ഏതൊക്കെ വരാം? -3 വരാം, 1 വരാം. ഏത് കേസില്? ഇത് ഈക്വൽ ആവുന്ന കേസിൽ. ഇവിടെ ഈക്വൽ അല്ലല്ലോ, ലെസ് ദാൻ ആണല്ലേ? അതായത് ഡിസ്റ്റൻസ് 2നേക്കാളിലും കുറവായിരിക്കണം. അപ്പൊ -3യും +1ഉം വരാൻ പാടില്ല. പിന്നെ ഏതൊക്കെയാണ്? -3 കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് എല്ലാം വരാം അല്ലെ? അതുപോലെ തന്നെ +1ന് മുന്നേ ഉള്ള നമ്പേഴ്സും. ചുരുക്കം പറഞ്ഞാൽ എന്താണ്? -3ക്കും 1നും നടുവിലുള്ള എല്ലാ നമ്പേഴ്സും നമുക്ക് എക്സിന് കൊടുക്കാം. അപ്പൊ എന്തെഴുതാം ഇവിടെ? എക്സ് ലൈസ് ബിറ്റ്വീൻ -3 ആൻഡ് +1. അപ്പം എക്സ് എന്ന് പറയുന്ന സംഖ്യ -3ക്കും 1നും ഇടയ്ക്കാകണം അല്ലെ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -3ക്കും 1നും ഇടയിലാകണം. -3 കഴിയുകയും ചെയ്യണം, 1ന് തൊട്ട് മുന്നേ ആവണം അല്ലെ? ഇതിന്റെ രണ്ടിന്റെ നടുവിലുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ഇന്റിജേഴ്സ് സാറ്റിസ്ഫൈങ് ഈച്ച് ഓഫ് ദ ഇക്വേഷൻസ് ഇൻ പ്രോബ്ലം 2. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഓരോ പാർട്ടിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇന്റിജേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇന്റിജേഴ്സ് എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലേ? പൂർണ്ണസംഖ്യകൾ എന്തായിരുന്നു? നെഗറ്റീവ് നമ്പേഴ്സും 0യും പോസിറ്റീവ് നമ്പേഴ്സൂടെ ചേരുന്നതാണ് ഇന്റിജേഴ്സ്. അപ്പൊ ഒന്നാമത്തെ പാർട്ടിലെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 3 എന്നായിരുന്നു അല്ലെ? അപ്പൊ ഇതിനകത്തിലെ ഇന്റിജേഴ്സ് ഏതൊക്കെ വരും? -3ക്കും +3ക്കും ഇടയിലുള്ള ബിറ്റ്വീൻ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് അല്ലെ? അത് നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിൽ തന്നെ പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? -3 വരത്തില്ല, അത് കഴിഞ്ഞിട്ടുള്ളത് ആരാണ്? -2, -1, 0, 1, 2. 3 വരുവോ? ഇല്ല, 3ക്ക് താഴെയുള്ള നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പൊ 3 വരത്തില്ല. അപ്പൊ ഇത്രയും നമ്പേഴ്സ് ആണ് അവിടുത്തെ ഇന്റിജേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയായിരുന്നു? വാല്യൂസ് എന്ന് പറയുമ്പോൾ ഇന്റിജേഴ്സ് ഏതൊക്കെയായിരുന്നു? -3ക്കും +3ക്കും നടുവിൽ അല്ലേ? അതായത് -2, -1, 0, 1, 2 ഇത്രയും നമ്പേഴ്സ് ആണ് -3ക്കും +3ക്കും നടുവിലായിട്ടുള്ളത്. അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? -2, -1, 0, 1, 2 ഇത്രയല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ. ഇത് ഇത്രയാണ് ഇന്റിജേഴ്സ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്തിൽ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 എന്നായിരുന്നു അല്ലേ? 1നും 3നും ഇടയിൽ ഏതാണ്? എക്സ് ഈക്വൽ ടു 2 അല്ലെ? 2 എന്ന് പറയുന്ന നമ്പറേ ഉള്ളൂ ഇന്റിജർ ആയിട്ട് വരുന്നത്. അല്ലാതെ കുറെ എന്താണ് ഡെസിമലും ഫ്രാക്ഷൻസും ഒക്കെ വരും. പക്ഷെ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഇന്റിജർ ആണ്, അതുകൊണ്ടാണ് 2 എന്ന് പറയുന്ന നമ്പർ എഴുതിയത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? 1നും 3നും ഇടയിൽ എന്താ? 1.1, 1.2 അങ്ങനെ ഒരുപാട് ഡെസിമൽസ് ഒക്കെ വരും, ദശാംശ സംഖ്യകളൊക്കെ വരും. നമ്മളോട് ഇന്റിജേഴ്സ് ചോദിച്ചത് കൊണ്ടാണ് 2 മാത്രം. 1 കഴിഞ്ഞാൽ 2 അല്ലേ ഉള്ളൂ ഇന്റിജർ ആയിട്ടുള്ളത്. പിന്നെന്താണ്? 3 ആണ്. 3 പക്ഷെ ഇവിടെ വരാൻ പറ്റുമോ? ഇല്ല, 3യെക്കാട്ടിലും ചെറുതായിരിക്കണം അല്ലേ? അപ്പൊ 2 മാത്രമാണ് ഇവിടുത്തെ ഇന്റിജർ. അടുത്ത -1നും 3ക്കും നടുവില്, അതായത് -1 എന്ന് പറയുന്നത് എന്തേ? ഇവിടെ അല്ലേ? -1നും 3ക്കും ഇടയിലുള്ള ഇന്റിജേഴ്സ് ആണ് ചോദിച്ചേക്കുന്നത്. ഇന്റിജേഴ്സ് ഏതൊക്കെയാണ്? 0, 1, 2. അപ്പൊ 0, 1, 2 ഇത് ഇത്രയുമാണ്. ഈ മൂന്നുമാണ് -1നും 3ക്കും ഇടയിലുള്ള ഇന്റിജേഴ്സ്. അടുത്തത് -3ക്കും 1നും നടുവിലുള്ള ഇന്റിജേഴ്സ്. -3ക്കും 1ഉം. അപ്പൊ -3 കഴിഞ്ഞിട്ടുള്ള ഇന്റിജർ ഏതാണ്? -2, -1, 0, 1 വരുവോ? 1നേക്കാളും താഴെ വരത്തുള്ളൂ അല്ലേ? അപ്പൊ -2, -1, 0
അപ്പോൾ ഇത് മൂന്നുമാണ് ഇവിടെ വരുന്ന 4ാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്ന ഇൻഡിജേഴ്സ്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഈ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്